അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പ് തുറ സുന്നത്തും അത് ഉളരിപ്പിക്കൽ സുന്നത്തുമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാം ഓർമ്മപ്പെടുത്തുന്നത് അത്താഴം കഴിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത്താഴം കഴിക്കൽ അത് സുന്നത്താണ്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു ഉറുക്ക് വെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, അല്ലാഹു തആല വലിയ ഗുണം അത്താഴം കഴിക്കൽ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യും. മാത്രമല്ല, മലക്കുകൾ നിങ്ങൾക്ക് പാപമോചനം നടത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായ അത്താഴം, നമ്മൾ സാധാരണ പലതും കഴിക്കാറുണ്ട്. ചോറ് കഴിക്കും, അതുപോലെ തന്നെ നല്ല അവില് പഴം എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് അവിൽ വെള്ളം കുടിക്കും, പലതും കഴിക്കാറുണ്ട്. ചില ആളുകൾ ചപ്പാത്തി കഴിക്കും. പക്ഷേ ഏറ്റവും മഹത്വമേറിയ അഫ്ളലായ അത്താഴം അത് 3 കാരക്ക കഴിക്കലാണ്. 3 അല്ലെങ്കിൽ ഒന്നെങ്കിലും കഴിക്കുക. ഈ അത്താഴ സമയത്ത് ഞാൻ സുന്നത്തായ അത്താഴം കഴിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ഏത് സുന്നത്ത് ചെയ്യുമ്പോഴും ഏത് സുന്നത്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്നു എന്ന് കരുതിയാൽ മാത്രമേ ആ സുന്നത്തിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്താഴം കഴിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് നോൽക്കാൻ ശക്തി പകരലാണ് അത്താഴം കഴിക്കുന്നതിൻ്റെ രഹസ്യം. യഹൂദി നസ്രാനികൾ അവർ അത്താഴം കഴിക്കാറില്ലായിരുന്നു. അവരോട് എതിരാവലും കൂടി ഈ അത്താഴം കഴിക്കുന്നതിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷം സമയം തുടങ്ങിയെങ്കിലും സുബഹിയുടെ അല്പം മുമ്പ് അത്താഴം കഴിക്കുക, അത്താഴത്തിനെ പിന്തിക്കുക, ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴത്തെ പിന്തിച്ചിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.